ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും ഭയാനകവുമായ ഒരു യുദ്ധ സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത്. 2026 ഫെബ്രുവരി 28 പൊട്ടിപ്പുറപ്പെട്ട ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ സംഘർഷം 4ാം വാരം പിന്നിടുമ്പോൾ യുദ്ധക്കളത്തിലെ മിസൈലുകളേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് തന്ത്രപരമായ ചതിയുടെയും നയതന്ത്രപരമായ വഞ്ചനയുടെയും വാർത്തകളാണ്. ഇതിലേറ്റവും ഒടുവിലെത്തിയതും ഞെട്ടിക്കുന്നതുമായ ഒന്നാണ് ഇറാന്റെ ഉറ്റ സുഹൃത്തായിരുന്ന പാകിസ്ഥാൻ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇരട്ടത്താപ്പ്. ആഗോള എണ്ണ വിതരണത്തിൻ്റെ 20% നിയന്ത്രിക്കുന്ന ഹോർമൂസ് ഇടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ഒരു മുസ്ലിം രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാന് നൽകിയ പ്രത്യേക പരിഗണന ഇപ്പോൾ ഇറാന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. വിശ്വസ്തനായ ഒരു മധ്യസ്ഥൻ്റെ മുഖംമൂടി അണിഞ്ഞ് അമേരിക്കയെ സഹായിച്ചുവെന്ന പാകിസ്ഥാനെതിരെയുള്ള ആരോപണം കേവലം ഒരു നയതന്ത്ര തർക്കമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന പ്രാദേശിക ബന്ധങ്ങളുടെ കടപുഴകളാണ്. ഹോർമൂസ് ഇടുക്ക് എന്നത് വെറുമൊരു സമുദ്രപാതയല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ശ്വാസനാഡിയാണ്. ഈ പാതയിലൂടെയുള്ള എണ്ണക്കടത്ത് തടഞ്ഞുകൊണ്ട് അമേരിക്കയും സഖ്യകക്ഷികളും സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു ഇറാന്റെ പ്രധാന തന്ത്രം. എന്നാൽ ഈ യുദ്ധകാലത്തും ചൈന, റഷ്യ, ഇന്ത്യ, ഇറാഖ് എന്നിവരോടൊപ്പം പാകിസ്ഥാനെയും വിശ്വസ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇറാൻ തയ്യാറായി. പാകിസ്ഥാൻ പതാകയേന്തിയ കപ്പലുകൾക്ക് ഹോർമൂസ് ഇടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയത് ഒരു സൗഹൃദ രാജ്യത്തിന് നൽകുന്ന വലിയൊരു ഇളവായിരുന്നു. എന്നാൽ ഈ ആനുകൂല്യം മുതലെടുത്ത് പാകിസ്ഥാൻ അമേരിക്കൻ ചാര സംഘടനകൾക്കോ സൈന്യത്തിനോ തന്ത്രപരമായ സഹായങ്ങൾ നൽകിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാക് കപ്പലുകളുടെ ചലനങ്ങളും അവ കൈമാറിയ വിവരങ്ങളും അമേരിക്കയ്ക്ക് ഗുണകരമായ രീതിയിൽ ഏകോപിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിശ്വസിക്കുന്നത്. ഈ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. ഹോർമൂസ് ഇടുക്കിലൂടെ 8 പാക് കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയത് തങ്ങൾക്കുള്ള ഒരു നയതന്ത്ര സമ്മാനമാണെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായി കഴിഞ്ഞതിൻ്റെ സൂചനയായാണ് ട്രംപ് ഇതിനെ വ്യാഖ്യാനിച്ചത്. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് തങ്ങളുടെ സുരക്ഷാ വലയത്തിൽ പാകിസ്ഥാൻ തുളവീഴ്ത്തിയതിന് തുല്യമാണ്. മധ്യസ്ഥനായി ചമയുകയും അതേസമയം തന്നെ ശത്രുപക്ഷത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഈ നിലപാട് ടെഹ്റാനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു. ഒരു വശത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. മറുവശത്ത് ഈ ചർച്ചകളുടെ മറവിൽ തന്ത്രപരമായ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്കയെ സഹായിക്കുന്നു എന്നതാണ് ഇറാൻ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. യുദ്ധം കേവലം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് വർത്തമാനകാല സാഹചര്യം വ്യക്തമാക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാക്കളുടെ ആഹ്വാനം സ്വീകരിച്ച് ഇതിനോടകം 10 ലക്ഷത്തിലധികം സന്നദ്ധ പ്രവർത്തകർ സൈനിക സേവനത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ബാസിജ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് തുടങ്ങിയ പാരാമിലിറ്ററി വിഭാഗങ്ങളിൽ ചേരാൻ യുവാക്കളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ സൈനിക സജ്ജീകരണം അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അമേരിക്ക തങ്ങളുടെ 82ാം എയർബോൺ ഡിവിഷനിലെ 1500ഓളം സൈനികരെ പശ്ചിമേഷ്യയിൽ വിന്യസിച്ചത്. ആവശ്യമെങ്കിൽ 10,000 പേരെ കൂടി അധികമായി വിന്യസിക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹോർമൂസ് ഇടുക്കിലെ ഓരോ നീക്കവും ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമാണ്. അവിടെ പാകിസ്ഥാൻ നടത്തിയെന്ന് പറയപ്പെടുന്ന ഇടപെടൽ ഇറാന്റെ പ്രതിരോധ കോട്ടകളെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അവർ നേരിടുന്നത് കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളാണ്. അമേരിക്കയുമായുള്ള ബന്ധം വഷളായാൽ ലഭിക്കാനിടയുള്ള സാമ്പത്തിക സഹായങ്ങൾ നിന്നുപോകുമെന്ന പേടി ഒരു വശത്ത്, മറുവശത്ത് അയൽരാജ്യമായ ഇറാനെ പിണക്കിയാലുണ്ടാകുന്ന പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ. ഈ രണ്ട് വഞ്ചികൾക്കിടയിൽ കാലിട്ട് നിൽക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണ് ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത്. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് വെളിപ്പെടുത്തിയ 15 സമാധാന കരാർ പാകിസ്ഥാൻ വഴി ഇറാനിൽ എത്തിച്ചു എന്നത് പാകിസ്ഥാന്റെ നയതന്ത്ര പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഈ മധ്യസ്ഥത വെറുമൊരു പുകമറ മാത്രമായിരുന്നുവെന്നാണ് ഇപ്പോൾ ഇറാൻ സംശയിക്കുന്നത്. സ്വന്തം എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും പാകിസ്ഥാൻ ശ്രമിച്ചുവെന്നത് അവരെ ഒരു ഡബിൾ ഏജന്റ് എന്ന നിലയിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള എനർജി മാർക്കറ്റിനെ ഒന്നടങ്കം ബാധിക്കുന്ന ഒന്നാണ്. ഹോർമൂസ് ഇടുക്കിലെ അനിശ്ചിതത്വം എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഇൻഷുറൻസ് തുകകൾ വർദ്ധിപ്പിച്ചതും കപ്പലുകൾക്ക് സൈനിക അകമ്പടി വേണ്ടിവരുന്നതും അന്താരാഷ്ട്ര വ്യാപാരത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ ശത്രു രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് കർശന വിലക്കേർപ്പെടുത്തിയപ്പോൾ ആ പട്ടികയിലേക്ക് പാകിസ്ഥാനും ചേർക്കപ്പെടുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലെ ഐക്യത്തിനേൽക്കുന്ന വലിയൊരു ആഘാതമായിരിക്കും.
വിശുദ്ധ മാസങ്ങളിലും യുദ്ധകാലത്തും പുലർത്തേണ്ടുന്ന പരസ്പര വിശ്വാസം പാകിസ്ഥാൻ തകർത്തുവെന്ന വികാരമാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. യാഥാർത്ഥ്യവും നയതന്ത്രവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഇവിടെ. പാകിസ്ഥാൻ ഔദ്യോഗികമായി ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ മറിച്ചാണ്. യുദ്ധം തുടങ്ങിയിട്ട് 4 ആഴ്ചകൾ പിന്നിടുമ്പോൾ വിജയികളാര് പരാജിതരാര് എന്നതിനേക്കാൾ പ്രസക്തമാകുന്നത് ആരാരെ വഞ്ചിച്ചു എന്നതാണ്. പാകിസ്ഥാൻ ഉയർത്തുന്ന സമാധാനവാദങ്ങൾ ടെഹ്റാന്റെ ചെവിയിൽ ഇപ്പോൾ മുഴങ്ങുന്നത് ചതിയുടെ സംഗീതമായാണ്. വരും ദിവസങ്ങളിൽ ഹോർമൂസ് ഇടുക്കിലെ സൈനിക വിന്യാസത്തിലും കപ്പലുകളുടെ സഞ്ചാര നിയന്ത്രണത്തിലും ഇറാൻ വരുത്തുന്ന മാറ്റങ്ങൾ ഈ വഞ്ചനയ്ക്കുള്ള മറുപടിയായിരിക്കും. പശ്ചിമേഷ്യൻ മണ്ണിൽ പെയ്യുന്ന ഓരോ മിസൈലിനേക്കാളും മാരകമായി പാകിസ്ഥാന്റെ ഈ ഇരട്ടക്കളി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയേക്കാം. വിശ്വാസ്യത തകർന്ന ഒരു മധ്യസ്ഥന് പിന്നീടൊരിക്കലും ആ പദവിയിലേക്ക് തിരിച്ചു വരാനാകില്ല എന്ന പാഠമാണ് ഈ സംഭവം ലോകത്തിന് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.